ഉപതെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ നിലമ്പൂരിൽ പോരാട്ടം കനക്കുന്നു. 14 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം ഇന്നാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിലമ്പൂരിലെത്തും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോടതിപ്പടിയിൽ നടക്കുന്ന NDA തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി പങ്കെടുക്കും. അതിനിടെ സജീവ പര്യടനത്തിലാണ് LDF, UDF, NDA സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും VS അനന്തു ചേരുന്നുണ്ട്. അനന്തു, എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജീന, സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ പ്രചരണ പരിപാടികളിൽ വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. LDF, UDF, BJP സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾ, പഞ്ചായത്തുകളിലേക്കുള്ള പ്രചരണങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു നിലമ്പൂർ ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ ഒരുപാട് പേരിവിടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇവരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ചേട്ടാ, തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? ചൂട് നല്ല അടിപൊളിയല്ലേ? രണ്ടും കട്ടയാണ്. നല്ല പ്രചരണമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഉണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഷാഫി പറമ്പിലും അവരും എല്ലാവരും വരുന്നുണ്ട് ഇവിടെ. എന്താ തോന്നുന്നത് ഒന്നും ആർക്കും പറയാൻ പറ്റൂല. രണ്ടും കട്ടയാണ്. ഇപ്പോ മത്സരം വളരെ ശക്തമായ മത്സരം എന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത്. മറ്റൊരാളോട് ചോദിക്കുകയാണെങ്കിൽ, ചേട്ടാ, തെരഞ്ഞെടുപ്പ് എങ്ങനെ പോകുന്നുണ്ട്? ഇല്ല, തെരഞ്ഞെടുപ്പ് എന്തായാലും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നാണ് പൊതുജനങ്ങളെല്ലാം പറയുന്നത്. 2 സ്ഥാനാർത്ഥികളും വലത് സ്ഥാനാർത്ഥികൾ രണ്ടുപേരും വളരെ ശക്തമായി മത്സര രംഗത്തുണ്ട്. അവർ പ്രചരണം നടത്തുന്നതും അങ്ങനെ തന്നെയാണ്. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. എന്തായാലും ഇരുവരുടെയും പ്രചരണം ശക്തമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് PV അൻവറിന്റെ ഒരു ഫാക്ടർ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. PV അൻവറിന്റെ ഇന്നത്തെ ഒരു നിർണായക ദിവസമാണ്. ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം PV അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ ഇല്ലയോ, അതോ മത്സരിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. അൻവർ പത്രിക പിൻവലിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കെ ഉണ്ട്. UDF-നാണ് അൻവർ മത്സരിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ക്ഷീണമേൽക്കാൻ സാധ്യതയുള്ളത് എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഒരു സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ UDF-ലേക്ക് അൻവറിന്റെ ഒരു പ്രവേശനം സാധ്യമാകുമോ, ആ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നതിലെല്ലാം ഇപ്പോഴും ആ ഒരു സസ്പെൻസ് നിലനിൽക്കുകയാണ്. 3 മണിയോടുകൂടി തന്നെ ഈ നാമനിർദ്ദേശ പത്രിക അൻവർ പിൻവലിക്കുമോ എന്നതിലൊരു ഉറപ്പ് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ചിത്രം തെളിയുന്നത്. നിലവിൽ 14 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക ഡമ്മി സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. അവരെല്ലാം ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതോടുകൂടി ഒരു കൃത്യമായ മത്സര ചിത്രം വ്യക്തമാകും. അതോടുകൂടി നിലമ്പൂരിൽ ഈ ഒരു മത്സര ചൂട് കൂടുതൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീന, ശരി. ഉപതെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ കടുത്ത സജീവ പ്രവർത്തനത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു VS അനന്തു.